ടോപ്പിക്കുകൾ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യാം, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞിട്ടിരിക്കുന്ന ലാസ്റ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. There is an inverse relationship between rate of interest and the speculative demand for money. Yes, Keynesian system ആണ് അഗൈൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. See, there is an inverse relationship between rate of interest and the speculative demand for money. ശരിയല്ലേ? Keynesian system അല്ലേ? And then this is due to what hypothesis? Adaptive expectation hypothesis, regressive expectation hypothesis, rational expectation hypothesis, and relative wage hypothesis. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇത് കണ്ടോ? അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റിന്റെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി തന്നെയായിരുന്നു അല്ലെ. സോ ഇവിടെ അത് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് ട്രാൻസാക്ഷൻ പ്രിക്കോഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. കെനീഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ സ്പെക്കുലേഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി തമ്മിലുള്ള ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ബേസിക് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്ന ഏത് ഹൈപ്പോത്തസിൽ നിന്നാണ്? റാഷണൽ ആണോ, എക്സ്പെക്ടേഷൻ ആണോ, റിക്കർസീവ് ആണോ, ആൻഡ് ദെൻ ദി വേജ് റിലേറ്റഡ് ഹൈപ്പോത്തസിസിലാണോ? ഇതിൽ എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കെനീഷ്യൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എനി ഐഡിയ? പറയാമോ? ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഓരോ ഓപ്ഷൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാവേ. ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഹിയർ വി ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്, പിന്നെ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, റാഷണൽ പറഞ്ഞിട്ടുണ്ട്, റിലേറ്റീവ് വേജ് ഹൈപ്പോത്തസിസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ ഓരോ ഹൈപ്പോത്തസിസും എന്താണെന്ന് നമുക്ക് അവിടെ നോക്കാം. സി, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, സാധാരണഗതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഫോളോ ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരാണ്. എന്നാൽ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫോളോ ചെയ്ത് ആര് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഏതാണ്? ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിലെ ന്യൂ കെയ്നീഷ്യൻ അവരും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ രണ്ട് ഇൻഫർമേഷൻ ഇവിടെ പഠിക്കുകയാണ്. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്കൂൾ ഓഫ് തോട്ട് ഏതാണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ജോൺ എം 1961. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പോപ്പുലറൈസേഷൻ വരുന്നിരിക്കുന്നത് റോബർട്ട് ലൂക്കാസ് ആണ് 1970s. ഇത് ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്, ആൻഡ് ദെൻ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്, ന്യൂ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്, അതായത് ഫിസിയോക്രാറ്റ്സ് മുതൽ ഇങ്ങോട്ട് നമുക്ക് ബിഹേവിയറൽ എക്കണോമിക്സ് വരെ വരുന്ന എല്ലാ സ്കൂൾ ഓഫ് തോട്ട്സ് നമുക്ക് എന്താണ് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആരാണ്? ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. പർട്ടിക്കുലർ ആയിട്ട് പറയുമ്പോൾ ആരാണ്? ജോൺ എം 1961. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്ത ആരാണ്? റോബർട്ട് ലൂക്കാസ് ആണ് എന്നുള്ളതാണ്. പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആരാണ്? ന്യൂ ക്ലാസിക്കൽസ് ആണെങ്കിലും ഇതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ആര് ഫോളോ ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടും റാഷണൽ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. നോട്ട് അവിടെ വെച്ചോണം. അപ്പോൾ വാട്ട് യു മീൻ ബൈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്? നമ്മളൊരു എക്കണോമിക് ഡിസിഷൻ എടുക്കുമ്പോൾ അതെന്താണ്? ഓൾ അവൈലബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നമ്മൾ തീരുമാനം എടുക്കുന്നു. അല്ലാതെ ഒരൊറ്റ പർട്ടിക്കുലർ ഡേറ്റ വെച്ചിട്ടല്ല. ലാസ്റ്റ് ടൈമിലെ ഡേറ്റ എന്താണെന്നല്ല നമ്മൾ നോക്കുന്നത്, ഇപ്പോഴത്തെ ഡേറ്റ എന്താണെന്നല്ല നമ്മൾ നോക്കുന്നത്. എല്ലാം കൂടെ നമ്മൾ പരിഗണിക്കും. നമ്മളെ സംബന്ധിച്ച് പാസ്റ്റ് ഡേറ്റ കൈവശം ഉണ്ടായിരിക്കും, കറന്റ് ഡേറ്റ കൈവശം ഉണ്ടായിരിക്കും, ഫ്യൂച്ചറിൽ എന്ത് വരാൻ പോകുന്നു പറഞ്ഞിരിക്കുന്ന ആന്റിസിപ്പേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷൻ എക്കണോമിക്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയയാണ്. ഒരു എക്കണോമിക് ഡിസിഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഓൾ അവൈലബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇൻക്ലൂഡിങ് ദി പാസ്റ്റ്, കറന്റ് ആൻഡ് ദെൻ ദി ഫ്യൂച്ചർ ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ നമുക്ക് ഡാറ്റ കിട്ടില്ല, പക്ഷെ തന്നെ ആന്റിസിപ്പേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസിയോ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പാക്ട് എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം കൂടെ പരിഗണിച്ച് ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? ദ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്. അപ്പൊ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അത് കഴിഞ്ഞ് ആരൂടെ അത് ഫോളോ ചെയ്യുന്നുണ്ട്? ദ ന്യൂ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടും അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദെൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഏതാണ്?
കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടാണ്. അപ്പൊ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നമുക്ക് ഒരിക്കലും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് കാണാൻ സാധിക്കില്ല. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഉള്ളത് എവിടെയൊക്കെയാണ്? ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരിത് ഫോളോ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ന്യൂ കെയ്നീഷ്യൻ അല്ല, ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നതാണ്. ഇനി അടുത്ത സ്കൂൾ ഓഫ് ഏതാ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോസിസ്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഫോളോ ചെയ്യുന്ന മോൺട്രിസ്റ്റ് ആണ്. എസ്പെഷ്യലി മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് പറയുമ്പോൾ. എന്ത് ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ്? നമ്മുടെ എക്കണോമിക് ഡിസിഷൻ എങ്ങനെ എടുക്കും എന്നുള്ള കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വി ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഗ്രാജുവലി അഡ്ജസ്റ്റ് ടു ദി എക്സ്പെക്ടേഷൻസ് ആസ് ന്യൂ ഫോമൽ ഇൻഫർമേഷൻ ബിക്കംസ് അവൈലബിൾ. അപ്പൊ ഇവിടെ ചെയ്യപ്പെടുന്ന ഫോർമാറ്റ് നമ്മൾ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പം 2023 ഒരു മാർച്ച് ഏപ്രിൽ വരുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയായിരുന്നു? ആ ഇൻഫ്ലേഷൻ തന്നെയായിരിക്കും 2025 മാർച്ച് ഏപ്രിൽ വരുമ്പോഴും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. പാസ്റ്റ് എക്സ്പീരിയൻസ്, കഴിഞ്ഞ വർഷത്തെ ടെൻഡൻസി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. റാഷണൽ എക്സ്പെക്ടേഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ്? പാസ്റ്റ്, കറന്റ്, ഫ്യൂച്ചർ ആന്റിസിപ്പേഷൻ, ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് റാഷണലി നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ഇവിടെ അഡാപ്റ്റീവ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ അഡാപ്റ്റിംഗ് ഫ്രം ദി പാസ്റ്റ് ആണ്. പാസ്റ്റ് ഡാറ്റ നമ്മൾ പരിഗണിച്ചതിന് ശേഷം അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഏത്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഫോളോ ചെയ്യുന്ന മോൺട്രിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ്, മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. എസ്പെഷ്യലി ഈ മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഈ പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഫിലിപ്സ് കർവ് പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കുന്നുണ്ട്. ലോങ് റൺ ഫിലിപ്സ് കർവ്, അതായത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണല്ലോ. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ്, അവിടെ നമുക്ക് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആരാണ്? മിൽട്ടൺ ഫ്രീഡ്മാന്റെ ആണ്. ഫിലിപ്സ് കർവ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് കാണേണ്ടത്, നമുക്കത് ആ തിയറികൾ കാണുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ്. പക്ഷേ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഏത് സ്കൂൾ ഓഫ് തോട്ടാണ്? മോൺട്രിസ്റ്റ് വെർഷൻ ആണ്. ഓക്കെ, മിൽട്ടൺ ഫ്രീഡ്മാൻ ഫോളോ ചെയ്യുന്ന ഫോമാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. അത് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ മേജർ തിയറികളിൽ എവിടെയൊക്കെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഫിലിപ്സ് കർവിന്റെ ലോങ് റണ്ണിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് തമ്മിൽ ട്രേഡ് ഓഫ് ഇല്ല എന്ന് പറയുന്നില്ലേ? ആ ട്രേഡ് ഓഫ് ഇല്ല എന്ന് പറയുന്ന ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നമുക്ക് നോക്കിയാലോ? ഏതാണ്? ദ റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ്. എന്താ റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ്? ഹിഗ്സ് ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ദ ലേബർ മാർക്കറ്റ് ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു ലേബർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേജിനെ അദ്ദേഹം അബ്സല്യൂട്ട് നമ്പർ ആയിട്ടല്ല പരിഗണിക്കുന്നത്. പിന്നെ എന്താണ്? കമ്പാരിസൺ ആണ്. റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അതേ ഫീൽഡിലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്ക് എത്ര സാലറി കിട്ടുന്നു, ആൾക്ക് എത്ര വേജ് കിട്ടുന്നു, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വേജ് എന്താണ് എന്ന ഒരു കൈൻഡ് ഓഫ് അനാലിസിസ് അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദ റിലേറ്റീവ് വേജ് ഹൈപ്പോസിസിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? ഹിഗ്സ് ആണ്. റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ്, ഇൻകം അല്ല, റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ് ഹിഗ്സ് ആണ്. പ്രധാനമായിട്ടും ഇവിടെ വരുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നതാണ് വർക്കേഴ്സ് കെയർ അബൌട്ട് ദർ റിലേറ്റീവ് വേജ് ടു ദി അതേഴ്സ് ആണ്. അപ്പം അബ്സലൂട്ട് നമ്പേഴ്സിൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടി, നിങ്ങൾക്ക് എത്ര വേജ് കിട്ടി എന്നുള്ളതല്ല മാറ്റർ ആകുന്നത്, നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ പല ആൾക്കാരും ഈ പറഞ്ഞ രീതിയിലേക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സാലറി ഇൻസെന്റീവ്സിനോ ഹൈക്കിനൊക്കെ ചോദിക്കുന്നത് എന്താണ്? അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരുടെ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ എന്നെക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ മാർക്കറ്റ് റേറ്റ് ഓഫിനേക്കാളും കുറവാണ്. സോ അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻസെന്റീവ്സ് തരുന്നോ വേജ് കൂട്ടി തരുന്നോ പരിഗണിക്കണം എന്ന രീതിയിലേക്കായിരിക്കും പലപ്പോഴും ലേബേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാലറി നെഗോസിയേഷൻസ് ഒക്കെ ഫേംസ് ഒക്കെ ആയിട്ട് നടത്തുമ്പോൾ അവർ പ്രധാനമായിട്ട് നടത്താറുള്ളത്. അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ് ആണ്. അപ്പം ഇനിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്കത് അറിഞ്ഞിരിക്കണം. ലേബർ മാർക്കറ്റ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അൺഎംപ്ലോയ്മെന്റ് കോൺസെപ്റ്റിൽ റിലേറ്റീവ് വേജ് ഹൈപ്പോസിസ്. ഹിഗ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്കോണമിസ്റ്റ്. ആൻഡ് ദെൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഒരാൾക്ക് എത്ര, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 35,000 സാലറി ഉണ്ടോ എന്നല്ല നോക്കുന്നത്. നമുക്ക് കിട്ടുന്ന 35,000 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന അതേ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്ര വരുന്നുണ്ട്, അത് കൂടുതലാണോ കുറവാണോ, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. റിലേറ്റീവ് വേജ് ഹൈപ്പോസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇതാണോ സ്പെക്കുലേറ്റീവ് ഈ ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവേഴ്സ് റിലേഷന് കാരണമാവുന്നത്? നോ, അതുമല്ല ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്? അടുത്ത് നമുക്ക് നോക്കാനുള്ള ഏതാണ്?
റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ്. എന്താണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എക്കണോമിക് വേരിയബിൾസ് അത് എന്തും ആയിക്കോട്ടെ, പ്രൈസോ വേജോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ എന്തും ആയിക്കോട്ടെ, എക്കണോമിക് വേരിയബിൾസിന് ഒരു ടെൻഡൻസി ഉണ്ട്. അവർ എപ്പോഴും എന്താണ്, ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ദി നോർമൽ ആവറേജ് റേറ്റ്. എപ്പോഴും ഒരു നോർമൽ ആവറേജ് റേറ്റിലേക്ക് എക്കണോമിക് വേരിയബിൾസ് തിരിച്ചു വരും എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസ് ആണ് ഇത് ദ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ വളരെ ഹൈ ആണെന്ന് വിചാരിക്കാം, വളരെ ഹൈ ആണ്. അപ്പൊ നമ്മുടെ ആന്റിസിപ്പേഷൻ എന്താണ്, ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം എന്താണ്, ഈ വളരെ ഹൈ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അബ്നോർമൽ ആണ്, അതൊരു നോർമൽ ആവറേജ് അല്ല. അപ്പൊ അതിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നോർമലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ തിരിച്ച് ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് ഒക്കെ ഫെഡറൽ റിസർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സീറോ ആയിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 2013 ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് ടാപ്പറിംഗ് വരെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവരോട് കൂട്ടി. അവിടെ ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാർക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എന്താ, വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് കൂടാനാണ് പോസിബിലിറ്റി, കാരണം ആവറേജിലേക്ക് തിരിച്ചെത്തും. വളരെ കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് കുറഞ്ഞ് എങ്ങോട്ടെത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ആവറേജിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ്. ഇത് തന്നെയല്ലേ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ദ കെയ്നീഷ്യൻ സിസ്റ്റത്തിലേക്ക് നമ്മളവിടെ വന്നിരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഏത് അനാലിസിസ് ആണ്, ദ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് നോക്കാം. ഇവിടെ എടുത്ത് നോക്കി, എക്കോണമിയിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഈ എങ്ങനെയാണ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കെയ്നീഷ്യൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ ഇൻവേഴ്സ് റിലേഷൻ വരാൻ പോകുന്നതാണ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സി ഇവിടെ എടുത്ത് നോക്കി, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കാം എക്കോണമിയിൽ റൈറ്റ് നോ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ എന്താണ്, റിഗ്രസീവ് ഹൈപ്പോത്തീസിസ് എന്താണ്, അതിനനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻ ഫ്യൂച്ചറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് കൂടും. സി നമുക്കറിയാം കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ്ടിന്റെ എന്താണ് പ്രൈസ് കുറയും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ കൈവശമുള്ള ബോണ്ട് പ്രൈസ് കുറയും. അപ്പൊ മാർക്കറ്റിലെ ആൾക്കാർ എന്ത് ചെയ്യാൻ ശ്രമിക്കും, ഇമ്മീഡിയറ്റ്ലി കൈവശമുള്ള ബോണ്ട്സ് അവർ സെയിൽ ചെയ്യാണ്ട് അവർ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെയിൽ ചെയ്ത് ഒഴിവാക്കും, കാരണം ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ അവരുടെ ബോണ്ട് പ്രൈസ് കുറയും ഇൻവേഴ്സ് റിലേഷൻ വെച്ചിട്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇപ്പം വളരെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമെന്നും ആ ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ എന്റെ ബോണ്ട് പ്രൈസ് കുറയുന്നു, അതെനിക്ക് നഷ്ടമാവുന്നു മുന്നിൽ കണ്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് അവർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആൻഡ് ദെൻ ബോണ്ട് സെയിൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ബോണ്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബോണ്ട് പ്രൈസ് കുറയും. എക്സാക്ട്ലി, ബോണ്ട് പ്രൈസ് കുറയും, ശരിയല്ലേ? ഓക്കെ, ബോണ്ടിന്റെ പ്രൈസ് കുറഞ്ഞതിന് ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഏത് റിലേഷൻ ആണുള്ളത്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഗ്രാജുവലി ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതല്ലേ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിലെ കെയ്ൻസ് പറയുന്ന ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കൈവശം ഇപ്പം ബോണ്ട് ഉണ്ട് ആൻഡ് ദെൻ മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു നോർമൽ ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. നോർമൽ ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രസീവ് എക്സ്പെക്ടേഷൻ അനാലിസിസ് അനുസരിച്ച് എന്താണ് കൂടാനാണ് പോസിബിലിറ്റി. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ കെയ്ൻസ് പറയുന്ന ഇൻവേഴ്സ് റിലേഷൻ അനുസരിച്ച് എന്റെ ബോണ്ട് പ്രൈസ് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്റെ കൈവശം ഇരിക്കുന്ന ബോണ്ട് പ്രൈസ് കുറഞ്ഞാൽ എനിക്ക് നഷ്ടം വരാൻ പോവുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കൈവശമുള്ള ബോണ്ട്സ് ഫ്യൂച്ചറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് ഞാൻ വിറ്റ് ഒഴിവാക്കുന്നു. ബോണ്ട് പ്രൈസ് വിറ്റ് ഒഴിവാക്കി കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നു, എക്സാക്ട്ലി ബോണ്ട് വിൽക്കുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയുന്നു. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ എന്തുണ്ടാവുന്നു, എക്സാക്ട്ലി അതനുസരിച്ചുള്ള ഇൻവേഴ്സ് റിലേഷൻസ് അപ്പോഴും പ്രഷർ അതോടെ ഉണ്ടാവുന്നതാണ്. ഇതല്ലേ അപ്പൊ കെയ്ൻസ് പറയുന്ന ഇൻവേഴ്സ് റിലേഷന്റെ ബേസിക് റീസൺ. ബോണ്ട് വിൽക്കുന്നു, ബോണ്ട് വിറ്റ് ചെയ്യുന്നതിനും എന്ത് സംഭവിക്കുന്നു, ബോണ്ട് പ്രൈസ് കുറയുന്നു. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു. ഇവിടെ എന്തായിരുന്നു ആദ്യം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആയിരുന്നു. പക്ഷേ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്ത് റിഗ്രസീവ് അനാലിസിസ് വഴി നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നതിനും ബോണ്ട് നമ്മൾ സെയിൽ ചെയ്ത് ഒഴിവാക്കുന്നു. ബോണ്ട് സെയിൽ ചെയ്ത് ഒഴിവാക്കുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയുന്നു. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു. ദ ഇൻവേഴ്സ് റിലേഷൻ ഇതാണ് കെയ്ൻസ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇതേ സിറ്റുവേഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ബോണ്ട് ബൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ആൻഡ് ദെൻ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിനുള്ള പോസിബിലിറ്റീസ് ആണ്, അതിന് ഓപ്പോസിറ്റ് വേരിയേഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ എന്തുകൊണ്ടാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഹൈപ്പോസിസിനെ ബേസ് ചെയ്തിട്ടാണ്, റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എക്കോണമിയിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും. എക്കോണമിയിൽ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ പറയുന്നതാണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ്. ഈ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിനെ ബേസ് ചെയ്തിട്ടാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ആൻഡ് ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്ന് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ ഇപ്പോൾ തൊട്ട് മുമ്പേ കാണിച്ചു തന്നെ. വളരെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മാർക്കറ്റിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റിസിപ്പേഷൻ എന്താണ്? ഫ്യൂച്ചറിൽ ആവറേജിലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ എന്റെ കൈവശം ഇരിക്കുന്ന ബോണ്ട് പ്രൈസ് കുറയും. അത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ബോണ്ട് സെയിൽ ചെയ്യാൻ പോകുന്നു. ബോണ്ട് സെയിൽ ചെയ്യുമ്പോൾ ബേസിക്കലി അതിന് കാരണമാവുന്നു ബോണ്ട് പ്രൈസിന് കുറയുന്നതിന് കാരണമാവുന്നു. ബോണ്ട് പ്രൈസ് കുറഞ്ഞ് എഫക്റ്റീവ്ലി ഇവിടെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങി ഇമ്പാക്ട് ഇമ്മീഡിയറ്റ്ലി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നത്. ഇൻവേഴ്സ് റിലേഷൻ അതാണ് വർക്കാണ്. സോ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. എന്താ നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്? ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫ്രം മണി ഈസ് ഡ്യൂ ടു റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആസ് പെർ ദി കെയ്നിഷ്യൻ അനാലിസിസ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് മോൺട്രിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ജോൺ ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ആയിട്ടുള്ള എക്കോണമിസ്റ്റുകളുടെ പേരുകൾ പോപ്പുലൈസ് ചെയ്ത ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അവിടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ ശേഷം ന്യൂ കെയ്നീഷ്യൻസും അതവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. റിലേറ്റീവ് വേജ് ഹൈപ്പോത്തിസിസ് പ്രധാനമായിട്ടും ലേബർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിക്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? റൈറ്റ് ആൻസർ ടു ദീസ് ക്വസ്റ്റൻ ഈസ് നത്തിങ് അതർ ദാൻ ദി റിഗ്രസീവ് എക്സ്പെക്ടേഷൻ. ഇതെല്ലാം ഒരു ടേബിൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് എക്സാമിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. Given the following statements about the major schools of thoughts in macroeconomics, state which one are correct. Okay, statement number 1. New Keynesians assume rational expectations, market imperfections, and highlights the role of aggregate demand. New Keynesians assume rational expectation. Yes or no? New Keynesians assume rational expectation. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് പഠിപ്പിച്ചാണല്ലോ. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആരാ? ഞാൻ അവിടെ അഡീഷണൽ ആയിട്ട് പോയിന്റ് പറഞ്ഞു. ഞാൻ ആരൊക്കെ ക്ലാസ് ശ്രദ്ധിച്ചു എന്നുള്ളത് ഇപ്പൊ അറിയാം. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? ഓക്കെ, പോപ്പുലറൈസ് ചെയ്ത ആരാ? ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. പക്ഷെ അത് ക്ലാസിക്കൽസ് മാത്രമല്ല ഫോളോ ചെയ്തിരുന്നത്. പിന്നീട് വന്ന് ആരും അവരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആര് ഫോളോ ചെയ്തിരുന്നു? ന്യൂ കെയ്നീഷ്യൻ. കേട്ടോ? അപ്പം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ മാത്രം പോയിന്റ് അല്ല, ന്യൂ കെയ്നീഷ്യന്റെയും കൂടെയാണ്. ക്ലാസിക്കൽസ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ക്ലാസിക്കൽസ് നിന്ന് ആരത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നീഷ്യൻസ് അത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഒരു അപ്പുറത്ത് പഠിച്ച പോയിന്റ് നമുക്ക് ഇപ്പുറത്ത് എക്സാക്ട്ലി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പല ആൾക്കാരും ഇത് കണ്ടു. ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് ന്യൂ ക്ലാസിക്കൽസിന്റെ മാത്രം കോമൺ ഫീച്ചർ അല്ല. അവതരിപ്പിച്ച ന്യൂ ക്ലാസിക്കൽസ് ആണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരാണ്, ആൻഡ് ദെൻ പോപ്പുലറൈസ് ചെയ്ത അവരാണ്. ബട്ട് അത് അവരിൽ നിന്ന് ആര് അഡാപ്റ്റ് ചെയ്യുന്നു? ന്യൂ കെയ്നീഷ്യൻസ് അഡാപ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതാണ്. ശരിയല്ലേ? അതേ കാര്യമാണ് ഇവിടെ വീണ്ടും ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. വായിച്ചു നോക്കി. ഓക്കെ, ദ കെയ്നീഷ്യൻസ് അസ്യൂംസ് റാഷണൽ എക്സ്പെക്ടേഷൻ. ശരിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്. ശരിയാണോ? മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ടോ? നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടാണ്. വേജ് റിജിഡിറ്റി, പ്രൈസ് റിജിഡിറ്റി, ഈ പോലുള്ള സ്റ്റിക്കിനെസ്, ഇതൊക്കെ എന്താണ്? ബേസിക്കലി മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആണ്. ശരിയല്ലേ? ഇപ്പൊ ക്ലാസിക്കൽ സിസ്റ്റം ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യപ്പെടും നാച്ചുറലി. അതായത് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ് ഉള്ളത്. ഇവിടെ പക്ഷെ എന്താണ് ഉള്ളത്? വേജ് പ്രൈസ് റിജിഡിറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പൊ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഫീച്ചറാണ്? ന്യൂ കെയ്നീഷ്യൻസിന്റെ ഫീച്ചർ തന്നെയാണ്. ഓക്കെ, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മെനു കോസ്റ്റിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട് ഓർക്കുന്നുണ്ടോ? മെനു കോസ്റ്റ്, ലേബർ കോൺട്രാക്ട്സ്, ഇതേപോലത്തെ കാര്യങ്ങൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? മാർക്കറ്റ് ഇംപെർഫെക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. കേട്ടോ? സോ അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എടുത്ത് നോക്കി. ഒന്നാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? See, the new Keynesian system assumes rational expectation. Yes, absolutely. And then market imperfections. ശരിയാണ്. വേജ് പ്രൈസ് റിജിഡിറ്റീസ്, മെനു കോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഫ്രിക്ഷൻസ് ആർ ദർ. ആൻഡ് ദെൻ highlighted the role of aggregate demand. ശരിയാണോ? ന്യൂ കെയ്നീഷ്യൻസ് highlighted the role of aggregate demand. ന്യൂ കെയ്നീഷ്യൻസ് highlighted the role of aggregate demand. ശരിയാണോ? കെയ്നീഷ്യൻ സിസ്റ്റത്തിന്റെ ഇംപ്രവൈസ്ഡ് വെർഷനാണ് ഏത്? ന്യൂ കെയ്നീഷ്യൻ. അപ്പം സപ്ലൈ സൈഡ് തിയറിയാണ് ക്ലാസിക്കൽ തിയറി, ഡിമാൻഡ് സൈഡ് തിയറിയാണ് കെയ്നീഷ്യൻ തിയറി. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്
കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ മേജർ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം ന്യൂ കെയ്നീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസ് ഐഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ തന്നെയാണ്? കെയ്ൻസ് തന്നെയാണ്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് തന്നെയാണ്. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് അല്ലേ? ആണോ? യെസ് ഓർ നോ? ഇപ്പൊ കണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ്സുകളും അതിന്റെ ഒരു പോയിന്റുകൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ അവിടെ? ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് അവിടെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം എക്സാക്ട്ലി കറക്റ്റ് ആണ്. പിന്നീട് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പുതിയ ക്വസ്റ്റ്യനിലേക്ക് പഴയ ക്വസ്റ്റ്യൻസ് വെച്ച് എങ്ങനെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, ദ മോണിറ്ററിസ്റ്റ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻ non-competitive markets and highlighted the role of monetary policy. ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? Monetarist assumed rational expectation non-competitive markets and then the highlighted the role of monetary policy. Highlighted the role of monetary policy. Statement B. It's all about the monetarist. Monetarist കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? മോണിറ്ററിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? പറ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? തെറ്റിപ്പൊക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. മോണിറ്ററിസ്റ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഞാൻ കുറച്ചു മുമ്പ് പഠിപ്പിച്ച ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവം ആ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? മോണിറ്ററി പോളിസിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ആണ് മോണിറ്ററിസ്റ്റ്. പക്ഷെ ആദ്യം പറഞ്ഞൊരു പോയിന്റില് അവർ ഫോളോ ചെയ്യുന്ന ഏത് ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? റാഷണൽ എക്സ്പെക്ടേഷൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നോ, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോതിസിസ് ഫോളോ ചെയ്യുന്ന ന്യൂ ക്ലാസിക്കൽസും ന്യൂ കെയ്നീഷ്യൻസും ആണ്. ആൻഡ് ദെൻ മോണിറ്ററിസ്റ്റ് ഏതാ ഫോളോ ചെയ്യുന്നത്? കുറച്ചു മുമ്പ് ഞാൻ പഠിപ്പിച്ചുള്ളൂ. മോണിറ്ററിസ്റ്റ് ഫോളോ ചെയ്യുന്ന ഹൈപ്പോതിസിസ് ഏതാ? പറഞ്ഞേ, മോണിറ്ററിസ്റ്റ് ഫോളോ ചെയ്യുന്ന ഹൈപ്പോതിസിസ് ഏതാ? ഇപ്പൊ നമ്മൾ പഠിച്ച കുറച്ചു മുമ്പ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോതിസിസ് ആണ്. ശരിയല്ലേ? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോതിസിസ് ആണ് മിൽട്ടൺ ഫ്രീഡ്മാന്റെ. നമുക്കത് പൂർണ്ണമായിട്ട് ലോങ് റൺ ഫിലിപ്സ് കർവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ ബേസ് റീസൺ തന്നെ ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോതിസിസ് ആണ്. അപ്പൊ കണ്ടോ, തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചു വെച്ച ക്വസ്റ്റിന് തന്നെയല്ലേ ഈ ക്വസ്റ്റിന്റെ ബേസ് പോയിന്റുകളെല്ലാം വരുന്നത്? ആണോ? അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ആദ്യത്തെ ക്വസ്റ്റിനില് എന്തുകൊണ്ട് കെയ്നീഷ്യൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ആൻസർ ഇൻവേഴ്സ് റിലേഷൻ കാരണം റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ആകുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നിങ്ങൾ കിട്ടില്ലായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ റാഷണൽ എക്സ്പെക്ടേഷനും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസും ആൻഡ് ദെൻ പിന്നീട് നമ്മൾ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾക്കൂടെ എന്ത് ചെയ്യുന്നു? ലേബർ മാർക്കറ്റ് ഇംപെർഫറൻസ് അടക്കം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഹിക്സിന്റെ തിയറി അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയ ക്വസ്റ്റിനിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് അവിടെ ആൻസർ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം മോണിറ്ററിസ്റ്റ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ മോണിറ്ററിസ്റ്റ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അത് ശരിയാണ്. പക്ഷേ റാഷണൽ എക്സ്പെക്ടേഷൻ ഫോളോ ചെയ്യുന്നു പറയാൻ സാധിക്കത്തില്ല. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, എസ്പെഷ്യലി ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. മണി സപ്ലൈ കൂടി ഇൻഫിനിറ്റ്ലി അവിടെ എന്ത് കാരണമാവും? ഇൻഫ്ലേഷൻ കൂടുതലിന് കാരണമാവും നിൽക്കുന്ന അഡാപ്റ്റീവ് മെത്തേഡാണ് ആര് ഫോളോ ചെയ്യുന്നത്? മോണിറ്ററിസ്റ്റ് അവിടെ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത പോയിന്റ്, ദ ന്യൂ ക്ലാസിക്കൽസ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻ. അടുത്ത പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ച അതേ പോയിന്റ് തന്നെയാണ്. ന്യൂ ക്ലാസിക്കൽസ് അസ്യൂംസ് റാഷണൽ എക്സ്പെക്ടേഷൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ആൻഡ് ഹൈലൈറ്റ് ദി പോളിസി ഇറലവൻസ്. ശരിയാണോ? ന്യൂ ക്ലാസിക്കൽസ് റാഷണൽ എക്സ്പെക്ടേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ന്യൂ ക്ലാസിക്കൽസ് റാഷണൽ ആണ്, അവരാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതാണ് അവർ പോപ്പുലൈസ് ചെയ്തത്, അവരാണത് ഫോർമലി യൂസ് ചെയ്തത്, അവരുടെ കോൺസെപ്റ്റ് ആണ്. അത് പിന്നീട് അഡാപ്റ്റ് ചെയ്യുന്നു ന്യൂ കെയ്നീഷ്യൻസ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മേജർ പോയിന്റ് അവിടെ ഉണ്ട്. ഏതാ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്റർവെൻഷൻ ഇറവൻസ്. ഈ പോയിന്റ് കറക്റ്റായിട്ട് അവിടെ വായിച്ചു നോക്കി. അതിൽ ഓരോ പോയിന്റുകൾക്ക് നമുക്ക് അവിടെ ആൻസർ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദ ന്യൂ ക്ലാസിക്കൽസ് അസ്യൂംസ് റാഷണൽ എക്സ്പെക്ടേഷൻ അബ്സല്യൂട്ട്ലി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ആണ്, ലേസർ ഫെയർ പോളിസി ആണ്, പ്രൈസ് മെക്കാനിസം ആണ്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് ആണ്, ക്ലാസിക്കൽസിന്റെ തന്നെ ഇംപ്രൈസ്ഡ് വെർഷൻ ആണ് ന്യൂ ക്ലാസിക്കൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണ്. ആൻഡ് ഹൈലൈറ്റഡ് ദി പോളിസി ഇറലവൻസ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് ഇന്റർഫിയറൻസിന്റെ കാര്യമില്ല എന്നല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽസ് പറയുന്നത്? അതാണ് ദ ഹൈലൈറ്റഡ് ദി പോളിസി ഇറലവൻസ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് ഇന്റർവെൻഷൻസിന്റെ ആവശ്യമില്ല, ലേസർ ഫെയർ പോളിസിയാണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻസിന്റെ ആവശ്യകതയുണ്ട്, പോളിസി റിലവൻസ് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന കെയ്നീഷ്യൻ ആൻഡ് ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണ്. മനസ്സിലായോ? പോളിസി റിലവൻസ് പറയുന്നത് എവിടെയാണ്? കെയ്നീഷ്യൻ ആൻഡ് ന്യൂ കെയ്നീഷ്യൻ ആണ്. മാർക്കറ്റ് ഇന്റർഫിയറൻസ് വേണം, മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞ ഏതാണ്? കെയ്നീഷ്യനും ന്യൂ കെയ്നീഷ്യനും ആണ്. ആക്ച്വലി ബേസിക്കലി ഇത് കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ആണ്. എന്നാൽ ക്ലാസിക്കൽസ് പറഞ്ഞ എന്താണ്? ലേസർ ഫെയർ പോളിസി. നോ, ലെറ്റ് ദ മാർക്കറ്റ് ഫ്രീ.
ലെറ്റ് ദ ഫോഴ്സ് ഓഫ് ഡിമാൻഡ് സപ്ലൈ ഡിസൈഡ് തിങ്സ് എന്നല്ലേ അവിടുത്തെ ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോളിസി റെലവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി അത് ഏതാണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് തന്നെയാണ്. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി ഫൈറ്റ് ആണ്. ഏതാ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ആണ്. ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. റാഷണൽ എക്സ്പെക്ടേഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആണ്. ആൻഡ് അതുപോലെ പോളിസി ഇറലവൻസ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Classicals assumes a competitive frictionless and highlighted the policy ineffectiveness. Yes. ഈ പറഞ്ഞിരിക്കുന്ന അതേ പോയിന്റ് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് എക്കോണമി ആണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതാണ് ക്ലാസിക്കൽ സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നത്. ഫ്രിക്ഷൻലെസ്, ഫ്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കെയ്നിഷ്യൻ സിസ്റ്റത്തിലാണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉള്ള എവിടെയാണ്? കെയ്നിഷ്യൻ. അപ്പൊ ഫ്രിക്ഷൻസ് ഇല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫ്രിക്ഷൻസ് വരില്ല. ഇംപെർഫെക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രിക്ഷൻസ് വരുന്നത്. ഫ്രിക്ഷൻലെസ് എക്കോണമി ഏതാണ്? ക്ലാസിക്കലാണ്. ഫ്രിക്ഷൻസ് വരുന്നത് എവിടെയാണ്? കെയ്നിഷ്യനിലാണ്. ആൻഡ് ദെൻ ക്ലാസിക്കൽ എക്കോണമി അസ്യൂംസ് കോമ്പറ്റേറ്റീവ്, ഫ്രിക്ഷൻലെസ് ആൻഡ് ദെൻ ഹൈലൈറ്റ്സ് ദ പോളിസി ഇൻഎഫക്റ്റീവ്നെസ്. യെസ്, പോളിസീസ് ഇൻഎഫക്റ്റീവ് ആണ് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ. ഗവൺമെന്റ് ഇന്റർവെൻഷൻസിന്റെ കാര്യം അവിടെ ഇല്ല. പോളിസിക്ക് എഫക്റ്റീവ്നെസ് ഉള്ളത് എവിടെയാണ്? കെയ്നിഷ്യൻ സിസ്റ്റത്തിലാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നു, ഇ എന്ന് പറയുന്ന പോയിന്റ്. കെയ്ൻസ് അസ്യൂംസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈലൈറ്റ്സ് ദി പോളിസി എഫക്റ്റീവ്നെസ്. ശരിയാണോ? കെയ്ൻസ് അസ്യൂംസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. കെയ്ൻസ് അസ്യൂംസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട പോയിന്റ് അതാണ്. റിയൽ ബാലൻസ് എഫക്റ്റിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ്, റിയൽ ബാലൻസ് ഈസ് ഓൾ അബൌട്ട് ദി ഫ്ലെക്സിബിലിറ്റി ബട്ട് കെയ്ൻസ് ഈസ് ഓൾ അബൌട്ട് ദി റിജിഡിറ്റി. അപ്പൊ ഇവിടെ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു, ആ ക്വസ്റ്റിന്റെ കണക്ഷൻസ് കിട്ടുന്നുണ്ടോ? ഒരിക്കൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ആ പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റിയാൽ മതി, കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ സാധിച്ചാൽ മതി എന്നുള്ളതാണ്. സി, ഈ ക്വസ്റ്റൻ അവിടെ എടുത്ത് നോക്കുക. നമ്മളോട് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു, ഓപ്ഷൻ ഇയിൽ ദ കെയ്നിഷ്യൻ അസ്യൂംസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. നോ, ദിസ് ഇസ് ക്ലാസിക്കൽ സിസ്റ്റം. ദ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്ലാസിക്കലാണ് അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കലാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നു ദ കെയ്ൻസ് ഹൈലൈറ്റഡ് ദി പോളിസി എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? കെയ്ൻസ് ഹൈലൈറ്റഡ് ദി പോളിസി എഫക്റ്റീവ്നെസ്. യെസ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പോളിസി എഫക്റ്റീവ്നെസിന് കെയ്ൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു മേജർ ആയിട്ടുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണ് കെയ്നിഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. നോ, ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി. സോ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്ട് മനസ്സിലായോ? നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത വെറും 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് അവിടെ ആൻസർ പറയാൻ പറ്റുന്നു. ഇല്ലേ? നിങ്ങൾക്കത് ഫീൽ ചെയ്തോ ഞാൻ പറഞ്ഞൊരു കാര്യം? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞു. അതായത് ആ കണക്ഷൻ കണ്ടോ? അതായത് ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മൾ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ ഓപ്ഷൻസും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് സിലബസ് പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും മനസ്സിലാവും. നേരെ തിരിച്ച് ഇത് നിങ്ങൾ ഈ സ്കൂൾ ഓഫ് തോട്ട് എടുത്ത് ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സബ്ജക്റ്റീവ് ഫോർമാറ്റിൽ, എന്തൊക്കെയോ പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ കണ്ടോ, 3 ക്വസ്റ്റ്യൻ നീറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്പുറത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് പോയിന്റ് എടുത്ത് ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ദിസ് ഈസ് ദ മെത്തേഡ്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ടു ദ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഫർമേഷൻസ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വേണേ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക് എന്ത് പഠിക്കണം? എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ക്ലാസ് റൂമിലുള്ള കുറെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അവർക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഓൺലൈനിൽ മാത്രം ക്ലാസ് കേട്ടേക്കുന്ന ആൾക്കാരുടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ മാറ്റം വരുത്തുന്ന ഉറപ്പായിട്ടും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് നമ്മൾ പഠിക്കേണ്ടി വരും. അടുത്ത 10 ക്വസ്റ്റ്യൻ ഏകദേശം അത്രത്തോളം തന്നെ പഠിക്കേണ്ടി വരും. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 10 നിന്ന് 30ലേക്ക് 30 നിന്ന് 50ലേക്ക് എത്തുന്നതനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട വോളിയം കുറഞ്ഞു വരും. അതിന്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തന്നെ, 3 ക്വസ്റ്റ്യൻ നീറ്റ് ആയിട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു, നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ആൻസേഴ്സ് കിട്ടുന്നതാണ്. നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ വേണം. ഇതിങ്ങനെ ചുമ്മാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നാൽ പോരാ, പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് വേണം, അതിന്റെ എക്സ്പ്രഷൻസ് നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്ന ഡിഫറെന്റ് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്നു, ന്യൂ കെയ്നിഷ്യൻസ് അസ്യൂംസ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഹൈലൈറ്റ് ദി റോൾ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. കറക്റ്റ് ആണ്. ന്യൂ കെയ്നിഷ്യൻ സിസ്റ്റത്തിൽ റാഷണൽ എക്സ്പ്രഷൻ ആണ്. പക്ഷെ റാഷണൽ എക്സ്പ്രഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ക്ലാസിക്കൽസ് ആണ്. ബട്ട് ഇത് അഡാപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്നു ആര് ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നിഷ്യൻസും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. വേജ് പ്രൈസ് റിജിഡിറ്റി, മെനു കോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. അതിന് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഫോളോ ചെയ്യുന്ന ഡിമാൻഡ് സൈഡ് തിയറിയാണ് ഈ പറയുന്നത് കെയ്നിഷ്യൻ എക്കണോമിക്സും ന്യൂ കെയ്നിഷ്യൻ എക്കണോമിക്സും. അബ്സല്യൂട്ട്ലി സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ആൻഡ് ദെൻ സ്റ്റേറ്റ്മെന്റ് ബി, അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എടുത്ത് നോക്കുക. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്താണ് ദ കെയ്നിഷ്യൻ ന്യൂ കെയ്നിഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് വന്നു കഴിയുന്നതിനും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ദ ന്യൂ കെയ്നിഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്. എന്താ ന്യൂ കെയ്നിഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിന്റെ ഫീച്ചേഴ്സ്? നോട്ട് ചെയ്യാം. ഒന്ന്, ദർ ഈസ് റാഷണൽ എക്സ്പെക്ടേഷൻ അസംപ്ഷൻ.
റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന അസംഷൻ ആര് ഫോളോ ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സി, കെയ്നീഷ്യൻ അല്ല, ന്യൂ കെയ്നീഷ്യൻ. പക്ഷേ ഈ സ്കൂൾ ഓഫ് തോട്ട് ആദ്യമായിട്ട്, ഐ മീൻ റാഷണൽ എക്സ്പെക്ടേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരായിരുന്നു? ന്യൂ ക്ലാസിക്കൽസ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് അഡാപ്റ്റ് ചെയ്ത് ആര് ഫോളോ ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നീഷ്യൻ സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഓർത്തിരുന്നോണം. ആൻഡ് ദെൻ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. കണ്ടോ, ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്, റാഷണൽ എക്സ്പെക്ടേഷൻ ആൻഡ് ദെൻ ദി മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്. അപ്പൊ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് വൺ ഓഫ് ദി മേജർ ഫീച്ചേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? വേജ് പ്രൈസ് റിജിഡിറ്റി, വേജ് പ്രൈസ് സ്റ്റിക്കിനെസ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ, ന്യൂ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പം വേജ് പ്രൈസ് സ്റ്റിക്കിനെസ് റിജിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് ഏതാണ്? മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആണെന്നുള്ളതാണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത ഫീച്ചർ എന്താണ്? എടുത്ത് നോക്കുക, കെയ്നീഷ്യൻ ന്യൂ കെയ്നീഷ്യൻ സിസ്റ്റത്തിലേക്ക് വന്നു ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് ഏതിനാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിനാണ്. യെസ്, അത് ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു ഇംപ്രവൈസ്ഡ് വെർഷൻ ആണ്. അവിടുന്നാണ് കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ട് ഇപ്പുറത്തേക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പം കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് നമുക്കറിയാലോ, അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിമാൻഡ് സൈഡ് തിയറിയാണ് ആക്ച്വലി. ഓക്കെ, അതേ കാര്യം ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡാണ് ഏത് ഹൈലൈറ്റ് ചെയ്യുന്നത്? ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് എന്ത് ചെയ്യപ്പെടുന്നത്? ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. വേജ് പ്രൈസ് സ്റ്റിക്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓൾറെഡി നമ്മളവിടെ കണ്ടതാണ് എന്നുള്ളതാണ്. സോ അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ കൂടെ ന്യൂ കെയ്നീഷ്യൻ സിസ്റ്റത്തിന്റെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ അവിടെ നോക്കി. ഏതൊക്കെയാണ്? റാഷണൽ എക്സ്പെക്ടേഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ കെയ്നീഷ്യൻസ് ആയിരുന്നു. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. എന്താണ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്? വേജ് പ്രൈസ് സ്റ്റിക്കിനെസ് ആണ്. ആൻഡ് ദെൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യെസ് കെയ്നീഷ്യൻ തിയറി, ഡിമാൻഡ് സൈഡ് തിയറിയാണ്. അതുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്ത് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ പഠിക്കാം. ഇനി അടുത്ത പോയിന്റ് അവിടെ നോക്കി, മോൺട്രിസ്റ്റ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻ. നോ, ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മോൺട്രിസ്റ്റ് ഫോളോ ചെയ്യുന്ന തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ് ആര് ഫോളോ ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മോൺട്രിസ്റ്റ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ്. നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ്. ഓക്കെ, നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് എന്ന് വെച്ചാൽ പ്രൈസ്, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മെക്കാനിസം പോലുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അത് ഫോളോ ചെയ്യുന്ന ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഓക്കെ, അതായത് കോമ്പറ്റീറ്റീവ് എക്കോണമി നമ്മൾ പറയും. ഓക്കെ, പൂർണ്ണമായിട്ടും പ്രൈസ് മെക്കാനിസം പോലുള്ള കാര്യങ്ങൾ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലുള്ള കാര്യങ്ങൾ അത് ക്ലാസിക്കൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഹൈലൈറ്റ് ആയിട്ട് റോൾ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ അത് മാത്രം ശരിയാണ്. പക്ഷേ രണ്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയായി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് അല്ല, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ഫോക്കസ് ചെയ്തിരിക്കുന്ന മോണിറ്ററിസ്റ്റ് അല്ല, പിന്നെ ആരാണ്? ആക്ച്വലി നമുക്കത് ക്ലാസിക്കൽ വെർഷൻസ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത റോൾ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് തെറ്റായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ് ബി അവിടെ എന്താണ്? എക്സാക്ട്ലി റോങ് ആണ്. കാരണം റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ന്യൂ ക്ലാസിക്കൽസ് ആണ്. ഫോളോ ചെയ്യുന്ന ആരാണ്? ന്യൂ ക്ലാസിക്കൽസ്, ന്യൂ കെയ്നീഷ്യൻസ് ആണ്, അല്ലാതെ ആരല്ല? മോണിറ്ററിസ്റ്റ് അല്ല എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്താണ്? ദ ന്യൂ ക്ലാസിക്കൽ അസ്യൂംസ് റാഷണൽ എക്സ്പെക്ടേഷൻ. യെസ്, ശരിയാണ്. റാഷണൽ എക്സ്പെക്ടേഷൻസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തും ഫോർമുലൈസ് ചെയ്തും അവരാണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ കൂടെ ന്യൂ കെയ്നീഷ്യൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ. കോമ്പറ്റീറ്റീവ് എക്കോണമിയാണ്. ഓക്കെ, ആണെങ്കിൽ അതുപോലെ തന്നെ പോളിസി ഇറലവൻസ് ആണ്. യെസ്, മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽസും ന്യൂ ക്ലാസിക്കൽസും പറയുന്നത്. മാർക്കറ്റിനെ ഫ്രീ ആയിട്ട് അവിടെ വിടുക. പോളിസി ഇറലവൻസ് ആണ്. ഇന്റർവെൻഷൻ വേണമെന്ന് പറയുന്നത് ആരാണ്? കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണ്, ന്യൂ കെയ്നീഷ്യൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നു ക്ലാസിക്കൽ അസ്യൂംസ് എ കോമ്പറ്റീറ്റീവ്. യെസ്, കോമ്പറ്റീറ്റീവ് എക്കോണമിയാണ് ക്ലാസിക്കൽസിലുള്ളത്. ഫ്രിക്ഷൻലെസ്. യെസ്, ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻസ് ഉണ്ടാവുന്നത് ഫ്രിക്ഷൻലെസ് ആണ്. ആൻഡ് ദെൻ ഹൈലൈറ്റ് ദി പോളിസി ഇൻഎഫക്ട്നെസ്. എസ്, പോളിസി ഇൻഎഫക്ട്നെസ് ആണ് എവിടെയുള്ളത്? ക്ലാസിക്കൽ സിസ്റ്റത്തിൽ. കാരണം ഇന്റർവെൻഷന്റെ ആവശ്യകതയില്ല. ആവശ്യകതയുള്ളത് കെയ്നീഷ്യൻ സിസ്റ്റത്തിലാണ്. പോളിസി എഫക്റ്റീവ്നെസ് കുറിച്ച് സംസാരിക്കുന്നത് കെയ്നീഷ്യൻ സിസ്റ്റമാണ്. പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ആണ് ആര് സംസാരിക്കുന്നത്? ക്ലാസിക്കൽ സിസ്റ്റം സംസാരിക്കുന്നത്. അപ്പോൾ ഡി സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദെൻ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു ഇത് കെയ്നീഷ്യൻസ് അസ്യൂംസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. നോ വേ. കെയ്നീഷ്യൻസ് അസ്യൂംസ് വേജ് പ്രൈസ് റിജിഡിറ്റി. കണ്ടോ, വേജ് പ്രൈസ് റിജിഡിറ്റി, സ്റ്റിക്കിനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഇത് കണ്ടോ, ന്യൂ കെയ്നീഷ്യൻ സ്കൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്, വേജ് പ്രൈസ് സ്റ്റിക്കിനെസ്, അതാണ് അവിടെ ഉള്ളത്. അല്ലാതെ എന്തല്ല ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി അല്ലല്ലോ. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഏത് സിസ്റ്റമാണ്? ക്ലാസിക്കൽ സിസ്റ്റമാണ്, അല്ലാതെ ഏതല്ല? ഇത് കെയ്നീഷ്യൻ സിസ്റ്റം അല്ല എന്നുള്ളതാണ്. ഹൈലൈറ്റ് ഇൻ പോളിസി എഫക്റ്റീവ്സ് പറയുമ്പോൾ അത് കെയ്നീഷ്യൻ സിസ്റ്റമാണ്. ഓക്കെ, പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ആണ് പറഞ്ഞ ക്ലാസിക്കൽ സിസ്റ്റം. പക്ഷേ ഈ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ തെറ്റിപ്പോയി. ഇതേതാണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? എക്സാക്ട്ലി നമ്മളെ സംബന്ധിച്ച് കെയ്നീഷ്യൻ അല്ല, ക്ലാസിക്കലാണ്. സോ അപ്പം ക്വസ്റ്റിന്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്? സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റേറ്റ്മെന്റ് ബി റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് സി കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഡി കറക്റ്റ് ആണ്. ആൻഡ് ദെൻ സ്റ്റേറ്റ്മെന്റ് ഇ എന്താണ്? റോങ് ആണ്. സോ നമ്മളെ സംബന്ധിച്ച് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ, സി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ എന്ത് വരേണ്ടത്? ആൻസർ ആയിട്ട് നമുക്ക് വരേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ?